മാത്യു എന്ന സാധാരണ കൃഷിക്കാരൻ തൻ്റെ കിടപ്പാടത്തിന് വേണ്ടി ഭൂമാഫിയകളോട് യുദ്ധം ചെയ്യുന്ന സിനിമയാണ് ഇവിടം സ്വർഗമാണ്. ഇവിടം സ്വർഗമാണ് എന്ന സിനിമയെ പറ്റി ലാലേട്ടൻ എന്താണ് ഞങ്ങളോട് പറയാനുള്ളത്? മണ്ണിൻ്റെ മണമുള്ള ഈ ചിത്രം എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്നാണ്. ഈ ചിത്രത്തിൻ്റെ കുറിച്ച് കൂടുതൽ പറയാൻ ഇതിൻ്റെ സംവിധായകനായ റോഷൻ ആൻഡ്രൂസിനെ ഞാൻ വിളിക്കുകയാണ്. റോഷൻ ആൻഡ്രൂസ്. താങ്ക് യു റോഷൻ. ലാൽ സലാം ഷോയിലേക്ക് സ്വാഗതം. നമസ്കാരം. എങ്ങനെയാണ് റോഷൻ സിനിമയിൽ വന്നത്? ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടായിരുന്നു. ബാബുച്ചായൻ്റെ ഒരു കെയർ ഓഫിൽ രഞ്ജിയേട്ടൻ വഴി എനിക്ക് സിനിമ. എൻ്റെ ചിത്രത്തിലായിരുന്നു? അതെ. ഏതായിരുന്നു ചിത്രം? അയാൾ കഥ എഴുതുകയാണോ, അത് കഴിഞ്ഞ് നരസിംഹം. രണ്ട് പടവും സാറിൻ്റെ ആദ്യം ക്ലാപ്പ് കാണിക്കുന്ന സാറിനാണ്. അതൊരു വലിയ ഭാഗ്യമായി കിട്ടി. അതൊരു ആദ്യത്തെ ചിത്രം ഉദയനാട് താരം. നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്നത് ഇവിടം സ്വർഗമാണ്. എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? പലതരത്തിലുള്ള കഥകളും പലതരത്തിലുള്ള കാര്യങ്ങളും ആലോചിക്കുന്ന സമയത്ത് ജെയിംസ് ഒന്ന് രണ്ട് കഥകൾ പറഞ്ഞു. ആ സമയത്താണ് എനിക്ക് പത്രത്തിൽ വന്ന ഒരു വാർത്ത, ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്കുള്ളതല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് വെച്ച ഒരു ഗൃഹനാഥൻ്റെ ഒരു പിക്ചർ മനസ്സിൽ കൊണ്ടു. അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് ആലോചിച്ചപ്പോൾ, അതിനെപ്പറ്റി കുറച്ച് റിസർച്ച് നടത്തിയപ്പോൾ മനസ്സിലായത് ഒരുപാട് ബ്രോക്കേഴ്സ് ഈ മനുഷ്യൻ്റെ വീട് വിൽക്കാൻ ചോദിച്ചു. ഇവരുടെ വീട്ടിൽ കയറി ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുക. അയാൾക്ക് അവസാനം പൊറുതി മുട്ടിയിട്ട് അയാൾ ആ വീട് വിറ്റ് പോവുക. അപ്പോൾ ഞാൻ ആലോചിച്ച് ഇവരുടെ മാനസികാവസ്ഥ ഭയങ്കര ഇഷ്യൂ ആയിരിക്കും, അവരുടെ പ്രോബ്ലംസ് ഒരുപാടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ഞാനത് ജെയിംസിൻ്റെ അടുത്ത് ഈ കോൺസെപ്റ്റ് പറയുകയാണ്. ജെയിംസ്, ഇങ്ങനൊരു പിടിച്ചു നിന്ന ആ മനുഷ്യനെ കുറിച്ച് നമുക്കൊന്ന് ആലോചിച്ചാലോ എന്നാലോചിച്ചു. ശരിക്കും ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നതും ലോകത്ത് എന്ത് നടന്നിട്ടുള്ളതും ഒരു ചിന്തയിൽ നിന്നാണ്. ആദ്യത്തെ ഒരു തോട്ടായിരിക്കും എല്ലാത്തിൻ്റെയും സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. അത് പിന്നെ ഒരുപാട് ഡെവലപ്പ് ചെയ്തു. എനിക്ക് തോന്നുന്നു ആദ്യം സ്ക്രിപ്റ്റ് വായിക്കണ ലാൽ സാറിൻ്റെ തിരുവനന്തപുരത്ത് വീട്ടിലിരുന്നിട്ടാണ് വായിക്കുന്നത്. പക്ഷേ ജെയിംസ് ആൽബർട്ടും നിങ്ങൾ അതിനുശേഷം ഒരുപാട് അതിനെക്കുറിച്ച് റിസർച്ച് കഷ്ടപ്പെട്ടു. ഇത്തരം ആളുകളെ വേറെ ഒരു ഡിസ്ഗൈസ് എന്നുള്ള രീതിയിൽ പോയി കാണുകയും എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആധാരങ്ങൾ മറിക്കുകയും കുഴയ്ക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് റിസർച്ച് എന്ന് പറയുന്നത്. ശരിക്കും സാർ, ആ സ്ക്രിപ്റ്റ് കിട്ടിയതിന് ശേഷം റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ആ സമയത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സംഗതിയായിരുന്നു. ആ സമയത്തും ഈ സമയത്തും അപ്പം കൂടുതലും വാർത്തകളിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു സംഗതിയായിരുന്നു. അപ്പം ഇതിനെക്കുറിച്ചുള്ളൊരു ഇപ്പോൾ ഒരു കർഷകൻ അയാളുടെ വീടും അയാളുടെ സ്ഥലവും ഒക്കെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്, പിന്നെ അതിൽ വരുന്ന ഇവരുടെ തന്ത്രങ്ങൾ എന്തല്ല. ഇപ്പോൾ ഭുവനേന്ദ്രൻ അമ്പിളിച്ചേട്ടൻ ചെയ്ത അതിമനോഹരമായ അയാൾ ചിരിക്കുന്നില്ല. ആ സിനിമയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ചിരി എന്ന് പറയുന്ന സാധനം നഷ്ടപ്പെട്ട ഒരാളാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരുപാട് നമ്മുടെ നാട്ടുപുറത്തൊക്കെ നമുക്കറിയാം ഒരു ആധാരം എഴുത്തുകാരനുണ്ടാവും എവിടെയും, അതുപോലെ തന്നെ ബ്രോക്കേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ അങ്ങനത്തെ റിസർച്ചിന് വേണ്ടിയായിരുന്നു കൂടുതൽ സമയം നമ്മൾ കണ്ടെത്തിയത്. അപ്പം അതിനിപ്പം അമിക്കസ് ക്യൂരി എന്ന് പറയുന്ന ആ വാക്ക് തന്നെ പിന്നീട് ശ്രീനിവാസൻ ചെയ്ത പ്രബലൻ എന്ന് പറയുന്ന കഥ, അതുപോലെ ചാണ്ടി ആലുവ ചാണ്ടി വളരെയധികം നന്നായിട്ട് വന്നിരുന്നു. എല്ലാ കഥാപാത്രങ്ങളും ഇന്നും അത് റെലവെന്റ് ആയിട്ട് നിൽക്കുന്നു. തിലകൻ ചേട്ടൻ എടുത്തു പറയാവുന്ന ഓരോരുത്തരെയും എടുത്തു പറയാവുന്ന വേഷങ്ങളാണ്.